കഴിഞ്ഞ ദിവസം ഇന്നലെ പാർലമെന്റിൽ ചൂടേറിയ ചർച്ചയാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിന്റെ ബാക്കി ചർച്ച നടക്കുന്ന ദിവസമാണ് ഇന്ന്. ബില്ലിന്മേൽ ഇന്ന് വോട്ടെടുപ്പും നടക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രഹ്ലാദ് ജോഷിക്കെതിരായ പരാമർശം സഭയിൽ ആയുധമാക്കാനാണ് NDA നീക്കം. പ്രതിപക്ഷം ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് സഭയിൽ മറുപടി നൽകും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ലോക്സഭയിൽ എത്തും. ഡൽഹിയിൽ നിന്ന് P. ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇന്നലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവിടെ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി കോൺഗ്രസ് KC വേണുഗോപാലൊക്കെ ഉന്നയിച്ചിരുന്നു. ഇന്ന് അമിത് ഷാ ഈ പെല്ലറ്റ് അടക്കം ഉപയോഗിക്കാനുള്ള അനുമതി ആര് നൽകി എന്നുള്ള കാര്യമൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മറുപടി ഇന്ന് പ്രതീക്ഷിക്കാമോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുന്നത് ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹം സഭയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം മറുപടി പറയുമെന്നുള്ളതല്ലാതെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. സഭയിൽ നിന്നാണ് മറുപടി നൽകുന്നത്. ജിതേന്ദ്ര സിംഗ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും ഇന്ന് സംസാരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് മന്ത്രിയുടെ മറുപടി ഇന്ന് ഉണ്ടാവുക. ഇത് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏകദേശം 93 ഭേദഗതികളാണ് ബില്ലിന്മേൽ എല്ലാവരും നൽകിയിട്ടുണ്ട്, പ്രതിപക്ഷം അടക്കമുള്ളവർ. 3 വകുപ്പുകളിലാണ് കൂടുതൽ ഭേദഗതി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ഭേദഗതികളൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളി ബില്ല് പാസ്സാക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. ശരി.